ഈ ഓണത്തിന് മുല്ലപ്പൂവായി, വീടിന് ഡെക്കറേഷനായി, പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ സംഭവമില്ലേ, ഓണസദ്യ. അതുണ്ടാക്കി നോക്കിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. എന്നാൽ പിന്നെ കഴിക്കാൻ പറ്റാത്തൊരു ഓണസദ്യ ഉണ്ടാക്കിയാലോ? സാധാരണ ഓണസദ്യക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ, ഇതെന്താ കഴിക്കാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്നില്ലേ? വീണ്ടും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതായത് മിനിയേച്ചർ ഓണസദ്യ, ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ സദ്യ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അൾട്രാ ലൈറ്റ് ക്ലേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അൾട്രാ ലൈറ്റ് ക്ലേ മേടിച്ച് യൂസ് ചെയ്യുന്നത്. ഈ ക്ലേ നല്ല ലൈറ്റ് ആണെന്നൊക്കെ വായിച്ച് കേട്ട് പൊട്ടിച്ച് നോക്കിയെടുത്തപ്പം സംഭവം സത്യമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ച് നോക്കിയാൽ അത് കയ്യിൽ ഇരിക്കുന്ന പോലും തോന്നത്തില്ല, അത്ര ലൈറ്റാണ്. ഈ ഓണസദ്യ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടില്ല, കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ മിനിയേച്ചർ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് പോലും അതിൽ നല്ലൊരു റോളുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ ഫ്ലോപ്പ്. വീണ്ടും ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞ് തുടങ്ങിയ സദ്യയാണിത്. പക്ഷേ ഇതങ്ങോട്ട് ഏത്തത്തെ കല്ല് നല്ല ശരിയായി. ഇത് ഏതൊക്കെ കറികളാണെന്ന് ചോദിക്കരുത്, ചിലതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കറിയാണ്. ആദ്യം ഈ പായസമൊക്കെ ജസ്റ്റ് സൈഡിൽ ഒഴിക്കാന്നാണ് കരുതിയത്. പക്ഷെ പിന്നെ ഒരു ബൗൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും മിനിയേച്ചർ ഓണസദ്യ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയല്ലേ, അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കണം. നമുക്ക് ഓണത്തിന് വേണ്ട മിക്ക കറികളും ഇവിടെ ഉണ്ടാക്കി നമ്മൾ ഓണസദ്യ കംപ്ലീറ്റ് ചെയ്തിട്ട്. എന്തായാലും ഇതേപോലത്തെ ലൈറ്റ് ലേസ് ഒക്കെ മേടിച്ച് ഇന്നും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.